റോഷിപാൽ തുടരുന്നുണ്ട്. റോഷിപാൽ, ഗുരുതരമായി പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ടായിരിക്കണം സ്വാഭാവികമായും അവരുടെ ചികിത്സ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ആരോഗ്യമന്ത്രിയെ തന്നെ അയക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാൻ സാധ്യതയുള്ളത് കേരളത്തിൽ അവരെ കൊണ്ടുവന്നാലായിരിക്കും. അതിനുവേണ്ടി പ്രത്യേക വിമാനം സജ്ജമാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ടോ? നികേഷ്, തീർച്ചയായും ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ വേഗത്തിൽ ഏകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഒപ്പം ജീവൻ ബാബു IAS കുവൈറ്റിലേക്ക് വളരെ പെട്ടെന്ന് പോകാൻ അവരെ അയക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. നോർക്ക കുവൈറ്റിലെ ഹെൽപ്പ് ഡെസ്കും ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എന്തായാലും മന്ത്രിയും ഈ ജീവൻ ബാബു IAS കുവൈറ്റിൽ എത്തിച്ചേർന്നതിന് ശേഷമാകും മറ്റ് അതിലൊരു അന്തിമ തീരുമാനമുണ്ടാവുക. ഏതായാലും എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ അവിടെ ചികിത്സ, കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ നാട്ടിലാണ്, കേരളത്തിലാണ് വേണ്ടതെങ്കിൽ അവിടെ എത്തിക്കാനുള്ള ശ്രമം നടക്കും. അവിടെ മെച്ചപ്പെട്ട ചികിത്സയാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ തുടരും. ഏതായാലും നിസ്സാരമായി പരിക്കേറ്റവരെ വേഗത്തിൽ തന്നെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള സഹായങ്ങൾ, അവർക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കും. ഈ 7 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവരെ വളരെ പെട്ടെന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന നിലയിലല്ല എന്നാണ് നോർക്ക ഹെൽപ്പ് ഡെസ്ക് വഴി തിരുവനന്തപുരത്തെ ഓഫീസിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും അല്പസമയം കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഓഫീസിലും നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങും. കാരണം മലയാളികളുടെ മരണസംഖ്യ കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ ഓഫീസിൽ കൂടി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അല്പസമയത്തിന് തന്നെ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കും. എത്രയും പെട്ടെന്ന് വിവരങ്ങൾ ശേഖരിച്ച് ബന്ധുക്കൾക്ക് വിവരങ്ങൾ കൈമാറുന്നു. അതിനപ്പുറത്തേക്ക് മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് നോർക്ക CEO അജിത് കോളശ്ശേരി ഇപ്പോൾ പറയുന്നത്. പരിക്കേറ്റവർക്ക് കുവൈത്ത് ഗവൺമെൻറ് ആരോഗ്യവകുപ്പ് ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സ അവിടെ ലഭ്യമാക്കുന്നുണ്ട്. നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് കുവൈറ്റിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ടതില്ല, എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാണ് എന്നാണ് നോർക്ക അധികൃതർ വിശദീകരിക്കുന്നത്. നികേഷ്, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.